വനവാസത്തിന് പോവാൻ നിൽക്കുന്ന ശ്രീരാമനോട് കൗസല്യ പറയുകയാണ്, നിന്റെ അച്ഛനും ഞാനും ഗുരുസ്ഥാനം കൊണ്ട് നിനക്ക് തുല്യരാണ്. അച്ഛൻ പോകണമെന്ന് നിയോഗിക്കുകയാണെങ്കിൽ ഞാൻ പോകരുതെന്ന് വിലക്കുന്നു. എൻ്റെ വാക്കുകളെ ധിക്കരിച്ച് മഹാരാജാവിൻ്റെ വാക്കുകൾ കേട്ട് നീ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ ത്യാഗം ചെയ്യും. അതോടെ ഈ വംശവും ഒടിഞ്ഞുപോകും. കൗസല്യയുടെ വചനങ്ങൾ കേട്ട് ദുഃഖിതനായ ലക്ഷ്മണൻ ദുഃഖവും കോപവും നിറഞ്ഞ നേത്രാഗ്നി കൊണ്ട് ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാമനെ നോക്കി പറഞ്ഞു, ഇതിൽ ദുഃഖിക്കാൻ എന്തിരിക്കുന്നു? ഭ്രാന്തചിത്തനും വൃദ്ധനും സ്ത്രീജിതനും ലജ്ജയില്ലാത്തവനുമായ പിതാവിനെ ബന്ധിച്ച് ശത്രുക്കളായവരെ എല്ലാം വധിച്ച് ഒരു താമസവും കൂടാതെ ഈ അഭിഷേകം ഞാൻ നടത്താം. അമ്മ ഒട്ടും വിഷമിക്കാതെ സന്തോഷവതിയായിരിക്കൂ. ജ്യേഷ്ഠൻ്റെ അഭിഷേകം നടത്താനുള്ള ശൗര്യം എനിക്കുണ്ട്. കാര്യമല്ലാത്തത് ചെയ്യുന്നത് ആചാര്യനായാലും ശാസിക്കാവുന്നതേയുള്ളൂ. ഇത്രയും പറഞ്ഞ് ലോകങ്ങളെല്ലാം കോപാഗ്നിയിൽ ദഹിപ്പിക്കുന്ന വിധം നിൽക്കുന്ന ലക്ഷ്മണനെ ആനന്ദസ്വരൂപനും ഭക്തജന സമൂഹത്തിന് കൽപ്പവൃക്ഷം പോലുള്ളവനുമായ ശ്രീരാമൻ മന്ദസ്മിതത്തോടെ മെല്ലെ അടുത്തുചെന്ന് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, വത്സസൗമിത്രേ കുമാരാ നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതോ മുന്നമേ ഞാനടോ, നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലാകിലെന്തതിനാൽ ബലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. വന്യസന്തപ്തലോകസ്താംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ. കാലാഹിന പരിഗ്രസ്തമാം ലോകവുമാലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയോ മൽപകാലസ്ഥിതമോർക്ക നീ. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദ്യമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്ന സമാനം കളത്ര സുഖം നൃണം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചിതു വേഗേന യാതപ്പതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതു ദയ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തം അതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതുമറിവില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീലമായതൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ. ആമകുംഭാംബു സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാക്രിയെപ്പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും.
ബ്രാഹ്മണോഹം നരേന്ദ്രാഹമാഢ്യോഹമെന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം, സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോനിതധ്രുവം. ദേഹാഭിമാനം നിമിത്തമുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ. മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിയുക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ഞാനായാതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യകൾ. സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസാ ചെയ്ക വേണ്ടുന്നതും. തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറിയടോ. മാതൃ പിതൃ ഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതൂപുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം, വൈതരണ്യാഖ്യയാകുന്നതു തൃഷ്ണയും. സന്തോഷമാകുന്നതു നന്ദനം വനം, സന്തതം ശാന്തിയെ കാമസുരഭികൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ, സന്താപമെന്നാലൊരു ജാതിയും വരാ. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലെ വസിപ്പിതാത്മാവുകൾ. ശുദ്ധം സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി. നിർവികൽപ്പം പരം നിർവികാരം ഘനം, സർവൈക കാരണം സർവജഗന്മയം. സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം, സർവദാ ചേതസി ഭാവിച്ചു കൊള്ളുക നീ. സാരജ്ഞനായ നീ കേൾ സുഖ ദുഃഖദം, പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുകെന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ. കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യെ സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ, ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ. മാനസത്തിങ്കൽ നിന്നാശുകളേക നീ, മാനമല്ലോ പരമാപദമാസ്പദം. സൗമിത്രി തന്നോടിവണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൽ. കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകൊല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത്, ആത്മാവിനെ അറിയാത്തവരെ പോലെ. സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴ്കെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടനുൾക്കനികോടും അനുഗ്രഹിച്ചിടണം. ലക്ഷ്മണോപദേശം. വത്സ ലക്ഷ്മണ, നീ മത്സരബുദ്ധി വെടിഞ്ഞ് എൻ്റെ വാക്കുകൾ കേൾക്കണം. നിന്നുടെ തത്വം മുൻപേ എനിക്കറിയാം. നിനക്ക് എന്നോടുള്ള വാത്സല്യം മറ്റാർക്കുമില്ല. നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുക. ഈ കാണുന്ന വിശ്വവും രാജ്യവും ധാന്യവും ധനവും സത്യമാണെങ്കിലേ നിന്റെ പ്രയത്നം യുക്തമാകുകയുള്ളൂ. അതല്ലായെങ്കിൽ ഇതിനാൽ ബലമില്ല. സുഖങ്ങളെല്ലാം മിന്നൽ പോലെ അസ്ഥിരമാണ്. ആയുസ്സും വേഗത്തിൽ നഷ്ടപ്പെടുമെന്ന് നീ ഓർക്കുക. ചുട്ടുപഴുത്ത ഇരുമ്പിന്മേൽ വീണ വെള്ളത്തുള്ളി പോലെ പെട്ടെന്നു നശിക്കുന്നതാണ് മനുഷ്യജന്മം. പാമ്പിൻ്റെ തൊണ്ടയിലകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലമാകുന്ന സർപ്പത്താൽ വിഴുങ്ങപ്പെട്ട ജനങ്ങൾ ചഞ്ചലമായ മനസ്സോടെ സുഖഭോഗങ്ങൾ തേടുന്നു.
പുത്രന്മാർ, മിത്രങ്ങൾ, ഭാര്യ തുടങ്ങിയവർ ചേർന്നുള്ള ജീവിതം അല്പകാലം മാത്രം നിലനിൽക്കുന്നതാണ് എന്ന് നീ ഓർക്കുക. വഴിയമ്പലത്തിൽ വിശ്രമാർത്ഥം എത്തുന്ന വഴിപോക്കർ ഒത്തുകൂടിയിട്ട് പിരിഞ്ഞു പോകുന്നത് പോലെയും നദിയിലൂടെ തടികൾ ഒഴുകുന്നത് പോലെയും കുടുംബബന്ധങ്ങൾ ചഞ്ചലമാണ്. മനുഷ്യർക്ക് ഐശ്വര്യം സ്ഥിരമായിരിക്കില്ല. യൗവനം എക്കാലവും നിലനിൽക്കുകയുമില്ല. ലക്ഷ്മണ, ഭാര്യാസുഖം സ്വപ്ന സമാനമാണ്. ആയുസ്സും അല്പമാണ്. രാഗദ്വേഷാദികളോടുകൂടിയ ജീവിതം ആകെക്കൂടി ചിന്തിച്ചാൽ സ്വപ്നതുല്യമാണ്. ഗന്ധർവ നഗരം എന്നു കരുതി മൂഢന്മാർ ഈ ജീവിതത്തിൽ മുഴുകിപ്പോകുന്നു. സൂര്യൻ വേഗത്തിൽ ഉദിക്കുകയും അതുപോലെ തന്നെ കടലിൽ അസ്തമിക്കുകയും ചെയ്യുന്നു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും പിന്നെയും സൂര്യൻ ഉദിച്ചിരിക്കും. മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നവർ കാലം കടന്നുപോകുന്നതും ആയുസ് പോകുന്നതും അറിയുന്നതേയില്ല. വാർദ്ധക്യാവസ്ഥയിലും വർദ്ധിച്ച മോഹങ്ങളോടെ ചിലർ മരിക്കുന്നു. കണ്ണുകൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മായയുടെ വൈഭവം ആരും അറിയുന്നില്ല. ഇപ്പോൾ പകലാണ്, പിന്നാലെ രാത്രിയും, അത് കഴിഞ്ഞാൽ പിന്നെയും പകൽ വരും. ഇപ്രകാരം നിരൂപിച്ചിരിക്കുന്ന മൂഢാത്മാക്കൾ ഈശ്വരൻ്റെ ഗതിയും ലീലാവിശേഷങ്ങളും വേർതിരിച്ചറിയാത്തതുകൊണ്ട് ചുടാത്ത മൺകുടത്തിൽ നിറച്ച വെള്ളം പോലെ അവരുടെ ആയുസ് നഷ്ടപ്പെടുന്നത് അറിയുന്നതേയില്ല. ഏവരുടെയും ശരീരം രോഗങ്ങളാകുന്ന ശത്രുക്കൾ വന്ന് നശിപ്പിക്കും. ജരാനരകൾ ബാധിക്കും. മരണം എപ്പോഴും മനുഷ്യൻ്റെ കൂടെ തന്നെയുണ്ട്. ദേഹം നിമിത്തം അഹംഭാവം പൂണ്ട ജന്തുക്കൾ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ്, ഞാൻ ആഢ്യനാണ് എന്നൊക്കെ ആവർത്തിച്ചു പറഞ്ഞിരിക്കുമ്പോൾ ഈ ശരീരം ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചേക്കാം, അല്ലെങ്കിൽ ദഹിച്ച് ചാമ്പലായി പോയേക്കാം, അതുമല്ലെങ്കിൽ മണ്ണിനടിയിൽ കിടന്ന് കൃമികളായി മാറിയേക്കാം. അതുകൊണ്ട് ശരീരത്തോടുള്ള അതിമോഹം നന്നല്ല. തൊലി, മാംസം, രക്തം, അസ്ഥി, മലം, മൂത്രം, ശുക്ലം എന്നിവ കൂടിച്ചേർന്നുള്ള ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ലക്ഷ്മണ, ദേഹാഭിമാനം നിമിത്തം നിനക്കുണ്ടായ മോഹത്താൽ ഈ ലോകത്തെ ദഹിപ്പിക്കുവാൻ നീ ചിന്തിച്ചത് നിനക്ക് ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. ദേഹത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നവർക്ക് രോഷം കൊണ്ടാണ് ദോഷം വന്നുചേരുന്നതെന്ന് നീ മനസ്സിലാക്കണം. ഈ ദേഹമാണ് ഞാൻ എന്ന ചിന്ത മനുഷ്യർക്ക് മോഹത്തെ ജനിപ്പിക്കുന്ന അവിദ്യയാകുന്നു. ഞാൻ ദേഹമല്ല, ആത്മാവാണെന്ന ബോധം മോഹത്തെ ഇല്ലാതാക്കുന്ന വിദ്യയാണ്. സംസാരത്തിന് കാരണമാകുന്നത് അവിദ്യയും സംസാരത്തെ നശിപ്പിക്കുന്നത് വിദ്യയുമാണ്. അതുകൊണ്ട് മോക്ഷം നേടണമെങ്കിൽ ഏകാഗ്രതയോടെ ആത്മവിദ്യ പരിശീലനം നേടണം. അവിടെ കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയ ശത്രുക്കൾ ഉണ്ടെന്നറിയണം. മോക്ഷത്തിന് തടസ്സം വരുത്തുവാൻ ഏറ്റവും ശക്തിയുള്ളത് ക്രോധത്തിനാണ്. മാതാപിതാക്കൾ, സഹോദരൻ, സുഹൃത്ത്, സഖി എന്നിവരെ പോലും ക്രോധത്താൽ മനുഷ്യൻ വധിക്കുന്നു. ക്രോധം മനസ്താപത്തിന് കാരണമാകുന്നു. മനുഷ്യർക്ക് ലൗകിക ബന്ധനം ഉണ്ടാക്കുന്നത് ക്രോധമാണ്. ധർമ്മക്ഷയത്തിന് കാരണഭൂതമാകുന്നതും ക്രോധം തന്നെയാണ്. അതിനാൽ നല്ല ജനങ്ങൾ ക്രോധം പരിത്യജിക്കണം. ക്രോധം യമനും, തൃഷ്ണ വൈതരണി നദിയും, സന്തോഷം നന്ദനോദ്യാനവും, മനഃശാന്തി കാമധേനുവുമാകുന്നു. അതുകൊണ്ട് നീ ശാന്തി നേടൂ. സന്താപം ഒരിക്കലും നിനക്ക് വരികയില്ല. ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ബുദ്ധി എന്നിവയ്ക്ക് മേലെ നിൽക്കുന്നതാണ് ആത്മാവ്. സ്വയം പ്രകാശനും ആനന്ദപൂർണനും സർവ്വജഗന്മയനും സർവജ്ഞനുമായ നീ കേട്ടുകൊള്ളൂ. സുഖദുഃഖങ്ങളും പ്രാരബ്ധവുമെല്ലാം നാം അനുഭവിച്ചേ മതിയാവൂ. കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർത്തവ്യമൊക്കെ അനുഷ്ഠിക്കണം. ബലം പ്രതീക്ഷിക്കാതെ പരമാത്മാവിൽ എല്ലാം സമർപ്പിച്ച് കർമ്മം ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ നിർമ്മലമായ ആത്മാവിനോട് കർമ്മങ്ങൾക്ക് ബന്ധമുണ്ടാവുകയില്ല. അഹങ്കാരത്തെ ഒക്കെ ത്യജിച്ച് പരമാനന്ദത്തോടെ മായാമോഹങ്ങളെ മനസ്സിൽ നിന്ന് കളയുക. ദുരഭിമാനമാണ് മഹാവിപത്തുകൾക്കെല്ലാം കാരണം. ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞിട്ട് ശ്രീരാമൻ കൗസല്യമാതാവിനോട് പറഞ്ഞു, അമ്മേ, സന്തോഷത്തോടെ എൻ്റെ വാക്കുകൾ കേട്ടാലും ആത്മാവിനെ അറിയാത്തവരെ പോലെ ആത്മാവിനെ പീഡിപ്പിക്കരുത്. സർവ്വലോകങ്ങളിലും വസിക്കുന്ന സർവ്വജനങ്ങളും എപ്പോഴും ഒരുമിച്ചുകൂടി വാഴുന്നില്ലല്ലോ അമ്മേ. നിങ്ങൾ സർവജ്ഞയാണ്. കേവലം 14 വർഷം വനവാസം കഴിഞ്ഞ് ഞാൻ വേഗം തിരിച്ചു വരും. ദുഃഖങ്ങളെല്ലാം കളഞ്ഞ് മനസ്സന്തോഷത്തോടെ എന്നെ അനുഗ്രഹിക്കണം. ഹരി ഓം.